നമസ്കാരം. ആയുർജീവനത്തിലേക്ക് സ്വാഗതം. വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങളെ പറ്റിയാണ് ആയുർജീവനത്തിൽ ഇന്ന് സംസാരിക്കുന്നത്. ആഹാരത്തിൽ വേണ്ടത്ര ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള ഇരുമ്പ് സത്തുള്ള നോൺ വെജിറ്റേറിയൻ ആഹാരങ്ങൾ കഴിക്കാം. മത്സ്യം, മാംസം, മുട്ട, ലിവർ എന്നിവയിൽ ശരീരത്തിന് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ കഴിയുന്ന അയണുണ്ട്. ഇത് കൂടാതെ ധാന്യങ്ങളിലും ഇരുമ്പിൻ്റെ അംശമുണ്ട്. പ്രത്യേകിച്ച് തവിടുള്ള കുത്തരി, ഓട്സ്, റാഗി മുതലായ ധാന്യങ്ങളിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇരുമ്പ് സത്ത് അടങ്ങിയിരിക്കും. പച്ചക്കറികളിലും പച്ചിലകളിലും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ പുളിരസമുള്ള പഴങ്ങൾ, ഇരുമ്പിൻ്റെ അംശമുള്ള ഏതാനും ചെറിയ കാര്യങ്ങൾ കൂടി ഇരുമ്പിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുള്ള രക്തക്കുറവിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പുളിരസമുള്ള പഴങ്ങളിൽ ധാരാളമായി വൈറ്റമിൻ സി ഉണ്ട്. ഓറഞ്ച്, മൂസമ്പി, ഉണക്കമുന്തിരി, നെല്ലിക്ക ഇവ ഇരുമ്പ് സത്തുള്ള മറ്റ് ആഹാരങ്ങളോടുകൂടി ചേർത്ത് കഴിക്കുന്നത് ഇത് ശരീരത്തിൽ ഇതിൻ്റെ ആഗിരണം വർദ്ധിപ്പിക്കുവാനായി സഹായിക്കുന്നു. ഇതേപോലെ തന്നെ പാൽ ഇരുമ്പിൻ്റെ സമൃദ്ധമായ ഒരു സ്രോതസ്സല്ല. അതുകൊണ്ട് പാൽ അമിതമായി കഴിക്കുകയും മറ്റ് ആഹാരങ്ങൾ വളരെ കുറച്ച് മാത്രം കഴിക്കുകയും ചെയ്യുന്ന കുട്ടികളിൽ മിൽക്ക് അനീമിയ എന്ന അവസ്ഥ സംജാതമാകാറുണ്ട്. ആയുർവേദത്തിൽ വിളർച്ചയ്ക്ക് അല്ലെങ്കിൽ രക്തക്കുറവിന് വളരെ ഫലപ്രദമായ ഔഷധങ്ങളും ചികിത്സാ രീതിയുമുണ്ട്. ഏറ്റവും പ്രധാനം രോഗനിർണയം ചെയ്തതിന് ശേഷം ആന്തരികമായ ഔഷധങ്ങൾ നൽകുന്നു. പ്രധാനമായും ദ്രാക്ഷാദി കഷായം, യോഷാദി കഷായം എന്നിവ അവസ്ഥാനുസരണം നൽകുന്നു. ഇതുകൂടാതെ തന്നെ ഇരുമ്പിൻ്റെ അംശമുള്ള നവായസം ഗുളിക, മണ്ടൂരവടകം എന്നിവയും ഉപയോഗപ്പെടുത്താറുണ്ട്. മോരിൻ്റെ ഉപയോഗം ഇരുമ്പിൻ്റെ ആഗിരണം ഭക്ഷണത്തിൽ നിന്നും വളരെയധികം വർദ്ധിപ്പിക്കുന്നു. പഴയകാലം മുതൽ മോര് നമ്മുടെ പ്രധാന പാനീയമായി ഉപയോഗിച്ചിരുന്നത് ഈ യുക്തി ഉപയോഗിച്ചാണ്. തഴുതാമയും, ചിഞ്ചാതി ലേഹം, ദ്രാക്ഷാവലേഹം, ലോഹാസവും, കുമാരിയാസവും തുടങ്ങിയ ഔഷധയോഗങ്ങളും രക്തക്കുറവിൽ പ്രയോജനപ്പെടുത്താറുണ്ട്. ചില ലഘുവായ പ്രയോഗങ്ങളും രക്തക്കുറവിൽ ഗുണകരമാണ്. തഴുതാമയും ഇഞ്ചിയും ഇട്ട് കാച്ചിയ മോര് കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ മഞ്ഞളും ഇഞ്ചിയും ഇട്ട് കാച്ചിയ മോരും രക്തക്കുറവിൽ ഫലം ചെയ്യുന്നു. ഇനി മറ്റൊരു വിഷയമായി ആയുർജീവനത്തിൽ വീണ്ടും കാണാം. നന്ദി.